ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ബില്ല ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഗൈസ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇനി തൊട്ടിട്ട് നമ്മൾ വീക്കിലി വീഡിയോ ഇടും ഗൈസ് നമ്മുടെ ഹാർഡ് കോറിൻ്റെ. ഇനി വേറെ കാര്യം ഗൈസ്, നമ്മൾ 200 സബ് അടിച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ 300 സബ്ബാണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പർ ആർമറായി. അപ്പോൾ ഇന്ന് നമ്മൾ അയൺ ആർമറാവും. പിന്നെ ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മുടെ ഇന്നത്തെ ഗോൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അയൺ ആർമർ ആവാം. അയൺ ആർമർ ആവാനുള്ള സെറ്റപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് അത് സീനില്ല. ഓക്കെ, നമ്മുടെ ഈ വേൾഡിലത്തെ ഫസ്റ്റത്തെ അയൺ ആർമർ ആകുമ്പോഴാണ് അങ്ങനെ ഫുൾ അയൺ ആർമർ ആയി ഗൈസ്. ആകെ 2 ടൂൾസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അയണൊക്കെ ഷോക്കാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ഉപയോഗിച്ച ടൂൾസൊക്കെ ഇവിടെ എടുത്തൊക്കെ ഗൈസ്. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനം എന്ന് പറയാമല്ലോ. ഓക്കെ ഗൈസ്, ഇന്ന് നമുക്ക് എന്തായാലും ഒരു അയൺ ഫാം ഉണ്ടാക്കാം. അതാവും നല്ലത്. കാരണം അയൺ ഭയങ്കര ഷോക്കാണ്. അയണില്ല. ഇനിയിപ്പോൾ അയൺ മൈനിങ്ങിന് പോകാറുണ്ടെങ്കിൽ ചോറയാണ്. അപ്പോൾ അയൺ ഫാം ഉണ്ടാക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ എന്തെങ്കിലും അടിപൊളി ബിൽഡൊക്കെ ചെയ്യാം. ഈ സ്ഥലമൊക്കെ ആകെ പ്ലെയിൻസ് ആണ്, എന്നാലും ഒരു മേനല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. ഇവിടെ മൊത്തം ആ വില്ലേജർ ബ്രീഡർ വരെ ക്ലിയർ ചെയ്തിടാം. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ബിൽഡ് പണിയാം. അത് ചെയ്യാം. ബിൽഡ് ഈ എപ്പിസോഡിൽ പണിയാണ്ട് അടുത്ത എപ്പിസോഡിൽ പണിയാം. ബിൽഡ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് അടിക്കാം, ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ഫുഡിൻ്റെ കാര്യം ഇത്തിരി ഷോക്ക് കേട്ടോ. എന്തുവാണ് ഇത്? ഫുഡിൻ്റെ തേങ്ങയില്ല. മച്ചാനത് ഇവിടെ. ഓക്കെ, എവിടെ ടീംസ്? ഇവിടെ മച്ചാനെ ടീംസ് എവിടെ? ഓടാടുന്നു റെഡി ഫുൾ ചപ്പൻ ചവറ തരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഫുള്ള് പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. ഇതിൽ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ബിൽഡ് കൂടി ചെയ്യണം ഗൈസ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ അയൺ ഫാം എന്തായാലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ബെഡ് റോക്കാണ് ഗൈസ്. അപ്പോൾ ഈ വില്ലേജിൻ്റെ ഒക്കെ കുറച്ച് ദൂരെ ചെയ്യേണ്ടി വരും. എടുത്ത് വില്ലേജസ് ഒന്നും പാടില്ല. അതിനൊരു സ്ഥലം തപ്പണം. ഓക്കെ, വില്ലേജിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഒരു 100 ബ്ലോക്ക് അല്ലെങ്കിൽ 150 ബ്ലോക്ക് വിട്ടാൽ മതി. വലിയ സീനൊന്നുമില്ല. ഈ വില്ലേജുള്ള വർക്ക് സ്റ്റേഷൻ കണക്ട് ചെയ്യും. അതാണ് പ്രശ്നം. ജാവയിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഗെയ്സ് കുറച്ച് വിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയ അയൺഫാമാണ് ഗെയ്സ്, വലിയ പണിയൊന്നും ഇല്ല ഗെയ്സ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കുഴിയിൽ ഒരു 20 ബെഡ് സെറ്റ് ചെയ്യണം. അതേമാതിരി 20 ഫ്ലെക്സിംഗ് ടേബിളും സെറ്റ് ചെയ്യണം. ഇനി 20 വില്ലേജസിന് സെറ്റ് ചെയ്യണം ഗെയ്സ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ 10 ബെഡ് ഉണ്ട്. പിന്നെ ഫ്ലെക്സിംഗ് ടേബിളും 20 സെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ 20 വില്ലേജസ്. കുറച്ച് പണിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 2 വില്ലേജർ ആ വില്ലേജിൽ നിന്ന് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഇട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുക. കറക്റ്റ് 20 വില്ലേജസ് ആകുമ്പോൾ ഒരു ബ്രീഡ് നിർത്തും. അതാണ് നല്ലത്. ഓക്കെ, സത്യം പറയാച്ചാൽ ഇത് വർക്കാവുന്നൊന്നും അറിയില്ല ഗൈസ്. എന്തായാലും നോക്കി നോക്കാം. വർക്കായില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ നോക്കണം. വർക്കാവുമായിരിക്കും. ഓക്കെ, വില്ലേജസിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് നമുക്ക് മൂടാം. ഇനിയിപ്പോൾ വല്ല ഏതെങ്കിലും സോംബി ഒന്ന് അവന്മാരെ പ്ലക്കി വിടും. ഇവന്മാർക്ക് തിന്നാനൊന്നും കൊടുക്കണ്ടേ? ഇപ്പം തന്നെ തുടങ്ങി ഇവന്മാർ. എന്തായാലും നന്നായി. തിന്നാൻ കൊടുക്കാനൊന്നുമില്ല. ഈടാ, ഇത് പണിയാവുമല്ലോ. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു വില്ലേജർ ഇപ്പോഴും ഫാർമറാ. വില്ലേജുള്ള വർക്ക് സ്റ്റേഷനൊക്കെ കൂട്ടിക്കേണ്ടി വരും. എടാ, അത് പണി കിട്ടിയടാ. അത് നമ്മൾ 100-150 ബ്ലോക്ക് പോയാൽ പോരാ, അതിനും കൂടുതൽ വിട്ടുകണം. ഇവിടെ എവിടെയാണ് വർക്ക് സ്റ്റേഷൻ നിൽക്കണത്? അവിടെയൊക്കെ കണക്ട് ചെയ്യണം. മരക്കൊണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, നമുക്കിവിടെ കുറച്ചൊരു AFK നിൽക്കുക. 20 വില്ലേജസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. 20 വില്ലേജസ് എപ്പോഴും ആവുകയാണാവോ? ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ അയൺ ഫാമിൻ്റെ അടുത്തൊരു ഷിപ്പറൊക്കെ കിട്ടി. അതിൽ നിന്നൊരു മാപ്പും കിട്ടി. നമ്മൾ ആ മാപ്പ് തുരന്ന് ഇതായി ഇപ്പോഴത്തെ അവസ്ഥ. ഇതുവരെ നമുക്ക് സാധനം കിട്ടിയിട്ടില്ല. എന്തുവാടി ഇത്? ഇവിടെ കറക്റ്റ് ഇവിടെ തന്നെയാടാ. സാധനം ഇതുവരെ കിട്ടിയില്ല.
നൈറ്റ് അവനായി ഗൈസ്, എന്തായാലും ഇവിടുന്ന് കണ്ടാൻ പിടിക്കട്ടെ. ഇവനെ പോലത്തെ പച്ച ഷർട്ടിട്ട ഷൊണ്ണാപ്പികളെ കണ്ട അപ്പം കുന്നളയണം. ഇവന്മാരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഇവൻ കാരണം ഒരു വില്ലേജറിലൂടെ സ്പോൺ ആവില്ല. അപ്പോൾ ഇവനായിട്ട് അടിച്ചോണ്ട് പോയില്ല. അപ്പോൾ 20 വില്ലേജസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് അടക്കണം. ഇല്ലെങ്കിൽ വലിയ സോംബി വന്നാൽ പണി കിട്ടും. ഓക്കെ, ബ്ലോക്ക് വെച്ചിട്ട് ബ്ലോക്ക് ചടി പോട്ടെ. ഓക്കെ, ഇവിടെ ബ്ലോക്ക് വെച്ച് തുടങ്ങാം. സാധനം പക്ക വർക്കിംഗ് ആണ് ഗൈസ്, വേറൊരു രക്ഷയില്ല. കുറച്ച് നേരം ഇവിടെ AFK നോക്കാം, എന്നിട്ട് എത്ര ആവും നോക്കാം ഗൈസ്. കുറച്ച് നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ആയാണോ പോയാകട്ടെ. ഇതാണ് ഗൈസ് നമ്മുടെ AFK പോയിന്റ്. ഇവിടെ വന്നാൽ നമുക്ക് സോംബീസൊന്നും നമ്മൾ അടിക്കില്ല, സുഖമായിട്ട് അവിടെ നിൽക്കാം. നോക്കി നോക്കാം ഗൈസ് എത്ര ഉണ്ട്. എടാ ഇങ്ങനെ വെച്ചാൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടോ AFK നിന്നിട്ട്. ഇത്രയും നേരം നിന്നിട്ട് ആകെ ഒരു സ്റ്റാക്കായണോ? പോരാ, ഫാം പോരാ, മാറ്റേണ്ടി വരും. ഓക്കെ, വേറൊരു സംഭവം കാണിച്ചാൽ നമുക്ക് ഷിപ്രക്കിൽ നിന്ന് 2 സാഡിൽ കിട്ടിയിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് പുതിയ ഫ്രണ്ടിൽ ഒപ്പിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ പടക്കുതിര. അപ്പോൾ ഇതിന് നല്ലൊരു പേര് നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്, അത് നമ്മൾ ഇടും. നെയിം ചേഞ്ച് കാർഡൊന്നും ഇല്ല, കിട്ടുമ്പോൾ നമ്മൾ ഇടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 300 സബ്ബാണ് ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.